Romans chapter 12 verses 1 and 2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് ശ്രദ്ധിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കണം. ഇന്നത്, ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്. അപ്പൊ അവിടെ 2 or 3 ചോയ്സ് ഉണ്ട്. അതിൽ ഏതാ ദൈവഹിതം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ദൈവഹിതത്തെ കുറിച്ച് ഇവിടെ 3 കാര്യങ്ങൾ എഴുതിയത്: നല്ലതും, പ്രസാദവും, പൂർണ്ണതയുണ്ട്. അപ്പൊ കർത്താവിന്റെ ഹൃദയത്തിന് എന്തൊക്കെയുണ്ട്? നന്മയുണ്ട്, പ്രസാദമുണ്ട്, പൂർണ്ണതയുണ്ട്. അപ്പം ദൈവ മക്കൾ എന്ന നിലയിൽ ഈ ലോകത്തോട് അനുരൂപരാകാതെ നമ്മൾ ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഹിതം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അവിടെ 2-3 ഓപ്ഷൻസ്, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ആ ഹിതം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ ദാസൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണം എങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻസ്, ഹിതങ്ങളിലെ ഓപ്ഷൻസ് കണക്കുമ്പോൾ അതിൽ ഏതാ ദൈവഹിതം എന്ന് തെരഞ്ഞെടുക്കണമെങ്കിൽ അതിലൊരു കണ്ടീഷൻ ഉണ്ട്: ഈ ലോകത്തിന് അനുരൂപരാകൽ. അതായത് ലോകത്തോട് ചേർന്നിരിക്കാതിരുന്നാൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്തുവാ? ദൈവത്തോട് ചേർന്നിരിക്കാം. അപ്പൊ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം തിരഞ്ഞെടുക്കുവാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഓക്കെ, അത്ര ക്ലിയർ ആയല്ലോ? ദൈവത്തോട് ചേർന്നിരുന്ന, ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തോട് അനുരൂപരായിരുന്ന, ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ഹിതം തിരഞ്ഞെടുക്കുവാൻ നമുക്കൊരു ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ദൈവഹിതം, ദൈവത്തിന്റെ ഹിതം എന്താ? വാട്ട് ഈസ് ഗോഡ്സ് വിൽ? എങ്ങനെ തിരഞ്ഞെടുക്കണം ആഴ്ച നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. നമ്മൾ ഈ ദൈവഹിതത്തെ കുറിച്ച് ഒത്തിരി ദൈവ ദാസന്മാർ, ദാസിമാർ, തിയോളജിയൻസ് അതൊക്കെ പഠിച്ച് അതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പഠിച്ച് എഴുതിയ പുസ്തകങ്ങൾ, എഴുതിയ പ്രസംഗിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവഹിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ദൈവഹിതം 2 ടൈപ്പ് ഉണ്ട്. There are 2 types of God's will. 2 ടൈപ്പ് God's will. ഒന്നാമത്തേത് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, പൂർണ്ണമായ ദൈവഹിതം. നിങ്ങൾ എന്റെ കൂടെ വരണം. ഓക്കെ, പൂർണ്ണമായ ദൈവഹിതം. രണ്ടാമത്തേത് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്, അനുവദനീയമായ ദൈവഹിതം, ദൈവം അനുവദിക്കുന്ന ദൈവഹിതം. അപ്പൊ ആദ്യത്തെ ദൈവഹിതം എന്താ? പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. രണ്ടാമത്തേത് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും വചനം വേണം. വചനം വിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിയും നമുക്കില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലായിരുന്നു, അല്ലെ? ആദാമിനെ സൃഷ്ടിച്ചത്, ഹവ്വയെ സൃഷ്ടിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു, ആദാമിനോട് പോലും പെർമിഷൻ ചോദിക്കാതെ ആ കർത്താവ് ആരെ സൃഷ്ടിച്ചത്? ഹവ്വയെ സൃഷ്ടിച്ചത്. അവൻ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലായിരുന്നു. എന്തുവാ? ആദാമിനെ, മനുഷ്യനെ സൃഷ്ടിക്കുക, അവരോടൊപ്പം ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കുക. കർത്താവ് ബാക്കിയെല്ലാം സൃഷ്ടിച്ചെങ്കിലും കർത്താവിന്റെ ഇമേജ്, കർത്താവിന്റെ രൂപത്തിൽ കർത്താവ് സൃഷ്ടിച്ച ഏക സൃഷ്ടി ആരാണ്? മനുഷ്യൻ, ഹ്യൂമാനിറ്റിയാണ്. ഈവൻ ദൂതങ്ങൾക്ക് പോലും കർത്താവിന്റെ ഇമേജ് ഇല്ല. കർത്താവിന്റെ ഇമേജ് ആർക്കാവുന്നത്? നമുക്ക്. അപ്പൊ കർത്താവ്
നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഏത് വിൽ ഓഫ് ഗോഡാ? പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, പൂർണ്ണമായ വിൽ ഓഫ് ഗോഡ്. ഓക്കെ, അതിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കത് ചിലതൊക്കെ എടുക്കാം, എല്ലാം എടുക്കാൻ സമയമില്ലെങ്കിൽ. പൂർണ്ണതയുള്ള ദൈവഹിതം, അതിന്റെ വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ വായിക്കാൻ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം മുതൽ മുമ്പോട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ എബ്രഹാമും സാറയും സംബന്ധിച്ച് അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. എബ്രഹാമിനും സാറയ്ക്കും ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കും എന്ന് കർത്താവിന്റെ പൂർണ്ണ ഹൃദയഹിതമായിരുന്നു. ഓക്കെ, എബ്രഹാമിനും സാറയ്ക്കും അവരുടേതായ ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞത്, അത് കർത്താവിന്റെ എന്തായിരുന്നു? പൂർണ്ണഹിതം. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. എങ്കിലും ഹാഗാർ മുഖാന്തരം ഒരു ഇശ്മായേൽ ജനിച്ചു. അത് കർത്താവിന്റെ പെർമിസീവ് വില്ല. കർത്താവിന്റെ പൂർണ്ണമായ ഹിതം എന്താ? സാറായും ത്രൂ എബ്രഹാമിന് ഒരു കുഞ്ഞുണ്ടാകണം. നമ്മൾ അറിയുന്ന ഇസ്ഹാക്ക് എന്ന് പറയുന്ന കുഞ്ഞ്. പക്ഷെ ഹാഗാറിൽ നിന്ന് ജനിച്ച ഇശ്മായേൽ എന്താകുന്നു? കർത്താവിന്റെ പെർമിറ്റഡ് വിൽ, പെർമിസീവ്, അനുവദിച്ച ഹിതം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവ് ആദാമിനെയും ഹവ്വയെയും മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണമായ ദൈവഹിതമായിരുന്നു. എങ്കിലും പെട്ടെന്നൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 4-ാം അധ്യായം, 6-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 6, അതിന്റെ ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 5. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകകൊണ്ട് യഹോവ അനുദപിച്ചു. അപ്പൊ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ കർത്താവ് സൃഷ്ടിച്ച മനുഷ്യന്റെ ദുഷ്ടത കണ്ടപ്പോൾ കർത്താവിന് എന്തോ തോന്നി? അനുതാപം തോന്നി. ഇംഗ്ലീഷിലേക്ക് റിഗ്രറ്റ്. അയ്യോ, ഇത് എന്തിനാ സൃഷ്ടിച്ചത്? അപ്പം ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിലും ചില സമയത്ത് കർത്താവിന് എന്തോ തോന്നും? അനുതാപം തോന്നും, റിഗ്രറ്റ് തോന്നും. അതിന്റെ കാരണവും കൂടെ നമുക്ക് പഠിക്കാം. അല്ലാതെ ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണത ഇല്ലാത്തതായോണ്ടല്ല. ഓക്കെ, കർത്താവ് എല്ലാം സൃഷ്ടിച്ചു. മരങ്ങളെ സൃഷ്ടിച്ചു, വെള്ളത്തെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഇതെല്ലാത്തിനെ സൃഷ്ടിച്ചെങ്കിലും ഫ്രീ വിൽ, ചിന്തിക്കുവാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലേ? നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ സങ്കീർത്തനം 104:9 ഒന്ന് വായിക്കാമോ? Psalm 104 verse 9, പിന്നെ Proverbs 8:29. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ഭൂമിയിൽ അവൻ വെള്ളത്തിനൊക്കെ കർത്താവ് വെള്ളത്തെ സൃഷ്ടിച്ചെങ്കിലും കർത്താവ് അതിനൊരു അതിരിട്ടിട്ടുണ്ട്. കർത്താവിന്റെ പെർമിഷനും അനുവാദവും പോട്ട് കർത്താവിന്റെ കമാൻഡ് ഇല്ലാതെ ഈ കടലിലെ വെള്ളം ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടോ? അല്ലേ? കർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ. Proverbs 8:29 അതിനെ പെട്ടെന്ന് വായിക്കാമോ? മൈക്കിൽ വായിക്കണേ പ്ലീസ്. വെള്ളം കർത്താവിന്റെ കൽപ്പനയെ ലംഘിക്കാതെ വന്ന അപ്പൊ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കടക്കണം എങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു കമാൻഡ് വരണം. സുനാമി അടിക്കട്ടെ എന്ന് സ്വർഗത്തിൽ നിന്ന് കമാൻഡ് വരുമ്പോൾ വെള്ളം അതിന്റെ അതിൽ കവിഞ്ഞ് മുമ്പോട്ട് വരും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് കർത്താവിന്റെ കമാൻഡ് ഇല്ലാതെ തന്നെ മനുഷ്യൻ ചെയ്യും, കർത്താവിന്റെ ലംഘനകളെ തെറ്റിച്ചു കളയും. അതെന്താണെന്നറിയാമോ? ഒരു ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, വാക്കുകളൊക്കെ എല്ലാം വായിക്കാൻ സമയമില്ലെങ്കിലും ചില വാക്യങ്ങളൊക്കെ എടുക്കാം. 12:15 യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഏത് വൃക്ഷത്തിലെ ഫലം വേണമെങ്കിൽ കഴിക്കാം, ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ച്
ആ തിന്നരുത്. അതിന് തിന്നല്. അപ്പൊ കർത്താവ് എന്താ ചെയ്തു? ഒരു കമാൻഡ്മെന്റ് കൊടുത്തു. നന്മയും തിന്മയും എന്റെ ഈ വൃക്ഷത്തിന്റെ, അറിവിന്റെ ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കല് എന്ന് പറഞ്ഞെങ്കിലും കർത്താവിന്റെ അനുവാദമില്ലാതെ മനുഷ്യനത് ലംഘിച്ചു. അപ്പം വെള്ളത്തിനറിയാം കർത്താവ് പറയാതെ മുമ്പോട്ട് പോകല്. പക്ഷെ ആർക്കറിയത്തില്ല? മനുഷ്യനറിയത്തില്ല. മനുഷ്യൻ അതിനെ ലംഘിക്കും. അപ്പം പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിനെ ലംഘിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾ ലംഘിക്കത്തില്ല, വൃക്ഷങ്ങൾ ലംഘിക്കത്തില്ല, വെള്ളം ലംഘിക്കത്തില്ല, പർവ്വതങ്ങൾ ലംഘിക്കത്തില്ല. മനുഷ്യൻ മാത്രമാകുന്നു ഇത് ലംഘിക്കുന്നത്. എന്താണെന്നറിയാമോ? കർത്താവ് മനുഷ്യന് ഒരു ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി തെരഞ്ഞെടുക്കുവാൻ, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ചിന്തിക്കുക. നമ്മൾ പൊതുവെ പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ എല്ലാ ദൈവഹിതം നോക്കിയാൽ ഞാൻ ജീവിക്കുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ അതൊരു കള്ളമാണ്. അതൊരു കളവാണ്. അത് ചിന്തിക്കുമ്പോൾ നിസ്സാരം തോന്നും. ഇന്നിവിടെ വരാൻ ഞാൻ ഈ ഷർട്ട് ഇട്ടു, കർത്താവിനോട് ചോദിച്ചിട്ടാണോ ഇട്ടത്? ഹലോ, നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഞാൻ ഇന്നിവിടെ വരാൻ ഈ പാൻറ് ഇട്ടു, കർത്താവിനോട് ചോദിച്ചൊന്നുമില്ല. കർത്താവ് ഇട്ടോട്ടെ, ഇത് തിരുഹിതമാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് കണ്ണിൽ ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു, തേച്ചു, ഇട്ടു. നമ്മളെല്ലാവരും അങ്ങനെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കർത്താവിന്റെ ഹിതം പൊതുവെ ചിന്തിക്കാറില്ല. പല കാര്യങ്ങൾ നമ്മൾ ആദ്യം തീരുമാനിക്കും, ആദ്യം പ്ലാൻ ചെയ്യും, പിന്നെ ദൈവഹിതമാണെന്ന് അന്വേഷിക്കാൻ നമ്മൾ തുടങ്ങും. അല്ലെ, എനിക്കൊരു വണ്ടി മേടിക്കണം. അപ്പൊ വണ്ടിയെ കുറിച്ച് നല്ല റിസർച്ച് ഒക്കെ നമ്മൾ ചെയ്തിട്ട് പിന്നെ കർത്താവ് വണ്ടി മേടിച്ചോട്ടെ. കർത്താവ് നീ ഓൾറെഡി മനസ്സിൽ മേടിച്ചല്ലോ, ബാക്കിയും കൂടെ നടത്തട്ടെ. അല്ലെ, അപ്പം ഞാൻ പറയുന്നത് നമുക്കൊരു ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട്. അത് തെറ്റല്ല. ദൈവം നമുക്കൊരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ലംഘിക്കുന്നത് മനുഷ്യൻ തന്നെ. അതുകൊണ്ടാ അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ചിലതും കൂടെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. 1 സാമുവേൽ 8-ാം അധ്യായം 7-ാം വാക്യം. രാജാക്കന്മാരല്ല, യഹോവ സാമുവേലിനോട് അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നു. അവൻ ജനത്തെ ഭരിക്കണം എന്ന് കർത്താവിനൊരാഗ്രഹമുണ്ട്. ഈ ജനം എന്റെ, ഈ ജനത്തിന്റെ രാജാവ് ഞാന്, ഈ ജനം ഞാൻ പറയുന്ന അനുസരിക്കണം, ഈ ജനം എന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കണമെന്ന് കർത്താവിനൊരു പൂർണ്ണമായ ഒരു ഹിതമുണ്ട്, പെർഫെക്റ്റ് ഹിതമുണ്ട്. എങ്കിലും ഈ ജനം എന്തോ പറഞ്ഞു? ജാതികൾക്ക് രാജാക്കൾ ഉള്ളതുപോലെ, മനുഷ്യ രാജാക്കൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവ് വേണം. ഞങ്ങൾക്ക് എന്താ വേണം? ഞങ്ങൾക്കൊരു രാജാവ് വേണം. ദൈവം രാജാവൊക്കെ ആയിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് പോരാ. ഞങ്ങൾക്ക് കാണത്തക്ക ഒരു മനുഷ്യനായ ഒരു രാജാവ് വേണം. അപ്പൊ കർത്താവിന്റെ പെർഫെക്റ്റ് വിൽ എന്താ? കർത്താവ് തന്നെ അവരുടെ എന്തോ ആയിത്തീരണം, എന്നും അവന്റെ രാജാവായി നിൽക്കണം. അതാ കർത്താവോടെ പറഞ്ഞേ. അവര് നിന്നെ അല്ല, എന്നെ അവർ രാജാവായി, അവർ ദേ നോട്ട് അക്സെപ്റ്റിംഗ് മീ, അവർ റിജക്ട് ചെയ്തിരിക്കുന്നു. അവൻ കർത്താവിന്റെ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിന് കർത്താവ് ഒന്ന് മാറിയിട്ട് ഒരു പെർമിസീവ് വിൽ, അനുവദനീയമായ വിൽ. കർത്താവ് പറഞ്ഞ സാമുവേലേ, അവർക്കൊരു രാജാവ് വേണോ? കൊടുത്തേ, നീ തപ്പി പിടിച്ചു കൊടുക്കും. പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് കാര്യമാണെങ്കിലും കർത്താവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച കാര്യം പെട്ടെന്ന് ഓർക്കണം. അവനൊരു നല്ല പിതാവാണ്. അപ്പം ചോദിച്ചാൽ അപ്പം തരും, അല്ലെ? മീൻ ചോദിച്ചാൽ മീൻ തരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വായിക്കാം. 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. 1 സാമുവേൽ 9-ാം അധ്യായം 2-ാം വാക്യം. യൗവനവും കോമളത്വമുള്ള അവൻ കർത്താവിന്റെ പെർഫെക്റ്റ് ഹിതം എന്താ? അവരുടെ രാജാവായിട്ട് എന്നും ആര് നിൽക്കണം? കർത്താവ് നിൽക്കണം. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവ് രാജാവായിട്ട് വേണ്ട, ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു മനുഷ്യൻ ഞങ്ങളുടെ രാജാവായിരിക്കണം. അപ്പൊ കർത്താവിന്റെ പൂർണ്ണമായ ഹിതം അവർ ലംഘിക്കുമ്പോൾ കർത്താവിന് കാണുന്ന ആരെങ്കിലും പിടിച്ചങ്ങ് രാജാവാക്കിയാ പോരെ?
അങ്ങനെ ചെയ്യാതെ തെരഞ്ഞെടുത്ത വ്യക്തി എങ്ങനെ? യവനവും കോമളവും ബാക്കി എല്ലാരെയും കാട്ടിലും ഹൈറ്റ് ഉള്ള ഒരു വ്യക്തി. നോക്കിക്കോ, അവൻ കർത്താവിന്റെ പെർഫെക്റ്റ് ഹിതത്തെ അവര്, ഞാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കാല് വെച്ച് ചവിട്ടിയിട്ടും കർത്താവ് അവർക്ക് കൊടുത്തപ്പം നല്ല കോമലനും സുന്ദരനും നല്ല ഹാൻഡ്സം, നല്ല നീളവും ഈ എല്ലാം ഉള്ള ഒരു, എന്താണെന്നറിയാമോ? അവിടുന്ന് ഒരു നല്ല പിതാവ്. അപ്പം ചോദിച്ചാൽ അപ്പം തരും, മീൻ ചോദിച്ചാൽ മീൻ തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാ. നമുക്ക് വേണ്ടി കർത്താവിന്റെ പൂർണ്ണമായ ഹിതം എന്താ? ഞാൻ ഒന്നുകൂടെ പറയാം. കർത്താവിന്റെ ഹിതം നല്ലതും പ്രസാദവും പൂർണ്ണതയുള്ള ഹിതമാണ്. അപ്പൊ ഇതിൽ ഏതാ ദൈവഹിതം എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാ. കാരണം നമുക്ക് ദൈവം ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രീ വില്ലിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ നടത്താൻ കർത്താവിന് അറിയാം. എങ്കിലും നമുക്ക് കർത്താവ് അവിടുത്തെ പ്ലാനിൽ ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്. ആ ഫ്രീ വില്ലിൽ നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ ആഗ്രഹിച്ചു പോകും. നിങ്ങളുടെ കൂടെ ഉണ്ടോ? 1 2 3 4 5 കഴിഞ്ഞിട്ട് 6 നേരത്തെ കൂടെ വരണം പ്ലീസ്. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ നമ്മൾ പോകും. നമ്മൾ മനുഷ്യരല്ലേ, നമുക്കറിയാം ഇതാ ദൈവഹിതം, ഇല്ലെങ്കിൽ ദൈവം എല്ലാം ആഗ്രഹിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞാലും നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ നിലയിൽ പലതുമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടും, അത് ഇഷ്ടപ്പെടും, ഇത് ഇഷ്ടപ്പെടും, അത് വേണം, ഇതൊക്കെ പറയുമ്പോഴും ചിലപ്പം ദൈവം അതൊക്കെ അനുവദിച്ചു തരും, നമുക്ക് പെർമിറ്റ് ചെയ്യും. നല്ല പിതാവാകയാൽ തരുമ്പോൾ നല്ലത് തന്നെ തരും. ഇനി ചില എക്സാമ്പിൾസ് കേട്ടെന്ന് പറയാം. വിവാഹ ജീവിതം ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിന്റെ പെർഫെക്റ്റുമില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലല്ല. കർത്താവ് അവിടെ പ്ലാൻ ചെയ്തതാ. അതുകൊണ്ട് അപ്പനെയും അമ്മയെയും വിട്ടിട്ട് ഭാര്യയോട് എന്താ ചെയ്യും? പറ്റിച്ചേരും. അത് കർത്താവിന്റെ പെർഫെക്റ്റുമില്ല. നമുക്ക് വേണ്ടി എല്ലാവർക്കും, വിവാഹിതരായവർക്ക് വേണ്ടി, ഇനി വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടി കർത്താവിന്റെ, അത് ദൈവത്തിന്റെ ബൈബിളിലെ ഒരു വില്ല, ദൈവത്തിന്റെ ഒരു ഹിതമാ. പക്ഷെ ആരെ വിവാഹം കഴിക്കണമെന്ന് പെർമിസീവ് ഇല്ല. ഹലോ, നിങ്ങളുടെ കൂടെ ഉണ്ടോ? ആരെ വിവാഹം കഴിക്കണമെന്ന് പെർമിസീവ് ഇല്ല. അതുകൊണ്ടല്ലേ 5ഉം 10ഉം കല്യാണാലോചനകൾ വരും. അതിലേറ്റവും നല്ലത് ആരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ. അപ്പം ഇതൊക്കെ നമ്മുടെ പെർമിസീവ് ഇല്ല. അപ്പം കർത്താവ് തരുമ്പോൾ നല്ലത് തരും. കർത്താവ് എന്ന ഭാര്യയ്ക്കും ഭർത്താവിനെ കരുത്തിനും എടുത്ത് സ്വന്തം ചെയ്യാമോ? അയ്യോ, സന്തോഷം ഇല്ലെന്ന് തോന്നുന്നല്ലോ. കർത്താവ് തന്നെ ഹസ്ബൻഡ്സിനും വൈഫിനുമായി സ്തോത്രം ചെയ്ത് കർത്താവ് തന്നപ്പം നല്ലതാ തന്നത്. അത് കർത്താവിന്റെ പെർമിറ്റഡും ഇല്ല. കർത്താവിന്റെ ഇത് പൂർണ്ണമായ വില്ലല്ലെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. ചിലപ്പോ ഈ പെർമിസീവ് വില്ലും, അതെ, ഓക്കെ, നമ്മൾ താഴോട്ട് സമയമില്ല. 1 രാജാക്കന്മാർ തന്നെ, ഒന്ന് സാമുവേൽ തന്നെ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ സൗൽ ദൈവത്തിന് പ്രസാദമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഞാൻ കുറിച്ചിട്ടിട്ടില്ല. ആ കർത്താവ് പറഞ്ഞു, സൗലിനെ രാജാവാക്കിയതിൽ കർത്താവിന് he regretted that he had made Saul the king. അപ്പൊ കർത്താവ് പെർമിറ്റ് ചെയ്ത് കർത്താവ് കൊടുത്ത രാജാവും കർത്താവിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് നടക്കാതിരുന്നപ്പോൾ കർത്താവ് കൊടുത്ത ആ പെർമിറ്റ്സ് ഈ വില്ലിലും കർത്താവിന് തോന്നിയോ വേണ്ടായിരുന്നു. ഏതാ വായിച്ചു സിസ്റ്റർ? ഒന്ന് വായിച്ചു 1 സാമുവേൽ 15:25 വായിച്ചോ. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിൽ രാജാവാക്കിയതുകൊണ്ട് കണ്ടോ? അവൻ കർത്താവിന് പെർമിസീവ് വില്ലിൽ കർത്താവ് അനുവദിച്ച ഈ രാജാവിനെയും ഓർത്ത് കർത്താവ് എന്താ ചെയ്തു? അനുവദിച്ചു. എങ്ങനെ? മനുഷ്യനെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്തതുപോലെ തന്നെ ശൗലിനെ രാജാവായത് കർത്താവ് എന്താ ചെയ്തു? ഇത് ഭയങ്കര അല്ല, ഞാൻ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു
പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതൊത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ അനുഭവത്തിൽ കൂടെ പഠിച്ചെങ്കിലും ചില വിഷയങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടത്തില്ല ഈ ഭൂമിയിൽ. എത്ര തപ്പിയാലും ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡും പെർഫെക്റ്റ് ആകണമെന്നില്ല, പെർമിസീവ് വിൽ ഓഫ് ഗോഡും പെർഫെക്റ്റ് ആകണമെന്ന് ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പം പറയും ഇതെല്ലാം പഴയ നിയമത്തിൽ നമ്മുടെ കാര്യങ്ങളല്ലേ, പുതിയ നിയമത്തിൽ എന്തെല്ലാം ഉണ്ടോ? ഓക്കെ, വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 9-ാം അധ്യായം 15-ാം വാക്യം. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് തീർക്കാം, 8 മണിയാകും. അപ്പോസ്തല പ്രവൃത്തി 9:15. അനന്യാസിനോട് കർത്താവ് പറയുന്നത്, നീ പോക, അപ്പൊ ഇതറിയാം, പുതിയ നിയമത്തിൽ സഭയെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൗൽ എന്ന് പറയുന്ന വ്യക്തി പിൻകാലങ്ങളിൽ പൗലൂസ് എന്ന് പറയുന്ന വലിയ ഭക്തനായ വ്യക്തിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഡമാസ്കസിലേക്ക് വിശ്വാസികളെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ വ്യക്തിയെ കർത്താവ് അവിടെ വെച്ച് പിടിച്ചു. ആ വ്യക്തിയുടെ കണ്ണിന് കാഴ്ച പോയി. അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ. അപ്പൊ അനന്യാസ് പറയുമ്പോൾ വേറെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ കർത്താവ് പറയുമ്പോൾ നീ പോകണം, കാരണം ഞാൻ അവനെ തിരഞ്ഞെടുത്തു. അപ്പൊ കർത്താവിന്റെ പെർഫെക്റ്റ് ഇല്ല. ഈ സൗലിനെ എന്തോ ആക്കണം, ഒരു സുശേഷകനാക്കണം, സഭയുടെ ഒരു നേതാവാക്കണമെന്ന് കർത്താവിന് നേരത്തെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് നടത്തുവാൻ കർത്താവ് ചില കാര്യങ്ങൾ പെർമിറ്റ് ചെയ്തു. അതിലൊന്നാ സ്റ്റെഫാനോസ് എന്ന മരണം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഫുൾഫിൽ ആകാൻ ചില സമയങ്ങൾ നമുക്ക് വേദന സഹിക്കേണ്ടി വരും, പ്രയാസം സഹിക്കേണ്ടി വരും. അതൊരു വാക്യം വായിക്കണം സിസ്റ്റർ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 2-ാം വാക്യം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. ഓക്കേ, സ്തെഫാനോസിനെ അടക്കം ചെയ്തപ്പോൾ കർത്താവിന്റെ ദാസന്മാർ എല്ലാം വിലപിച്ചു, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനമില്ല, സ്തെഫാനോസ് മരിച്ചുപോയി, കർത്താവേ ഇവനെ കൊല്ലാൻ ലീഡ് ചെയ്ത വ്യക്തിയോട് കർത്താവ് ഇടപെടണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കാണും ഒരു വർഷം. അപ്പൊ കർത്താവ് സൗലിനെ ഒരു പിടുത്തം പിടിച്ചു. അങ്ങനെ ആണെങ്കിലും കർത്താവ് ആദ്യമേ ഇദ്ദേഹത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മൾ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലാണോ അതോ അനുവദിച്ച ദൈവഹിതത്തിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള വഴി എന്താ? പ്രാർത്ഥന. അതിനുള്ള വഴി പ്രാർത്ഥന. അതിന് രണ്ടാമത്തെ വഴി പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം. ഒരു വഴിയുമില്ല. നമുക്ക് സമയമില്ല, അടുത്ത ആഴ്ച നമുക്കത് നോക്കാം.